കോപ്പ അമേരിക്കയിൽ ബ്രസീലിന് തകർപ്പൻ ജയം. ആദ്യ മത്സരത്തിലെ ഗോളില്ലാ സമനിലയുടെ ക്ഷീണം ഇന്ന് ബ്രസീൽ തീർത്തു. ഗ്രൂപ്പിലെ രണ്ടാം മത്സരത്തിൽ പരാഗ്വയെ നേരിട്ട ബ്രസീൽ 1-നെതിരെ 4 ഗോളുകളുടെ വിജയമാണ് സ്വന്തമാക്കിയത്. ക്ലബിലെ ഫോം ദേശീയ ടീമിൽ പുറത്തെടുക്കുന്നില്ല എന്ന വിമർശനം ഏറ്റുവാങ്ങുന്ന വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോളുമായി മത്സരത്തിൽ തിളങ്ങി. വിജയത്തോടെ ബ്രസീൽ ക്വാർട്ടറിലേക്ക് അടുത്തു. പരാഗ്വെ ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഇന്ന് ആദ്യ പകുതിയിൽ തന്നെ ബ്രസീൽ 3 ഗോളുകൾക്ക് മുന്നിലെത്തി. മത്സരത്തിന്റെ 31-ാം മിനിറ്റിൽ ബ്രസീലിന് പെനാൽറ്റി ലഭിച്ചെങ്കിലും അത് ലക്ഷ്യത്തിലെത്തിക്കാൻ കിക്കെടുത്ത പക്കേറ്റയ്ക്കായില്ല. എന്നാൽ 34-ാം മിനിറ്റിൽ പക്കേറ്റയുടെ അസിസ്റ്റിൽ വിനീഷ്യസിലൂടെ ബ്രസീൽ ലീഡെടുത്തു. 43-ാം മിനിറ്റിൽ സാവിയോ ബ്രസീലിന്റെ ലീഡ് ഇരട്ടിയാക്കി. ആദ്യ പകുതിക്ക് പിരിയും മുൻപ് വിനീഷ്യസ് ഒരിക്കൽ കൂടി ലക്ഷ്യം കണ്ടു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഒമർ ആൽഡ്രറ്റിലൂടെ പരാഗ്വെ ഒരു ഗോൾ മടക്കി. 65-ാം മിനിറ്റിൽ ബ്രസീലിന് വീണ്ടും പെനാൽറ്റി ലഭിച്ചു. ഇത്തവണ പക്കേറ്റയ്ക്ക് പിഴച്ചില്ല. 4-ാം ഗോളോടെ ബ്രസീൽ വിജയം പൂർത്തിയാക്കി. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 55% സമയവും അത് കൈവശം വെച്ച് കളിച്ചത് ബ്രസീലായിരുന്നു. 17 ഷോട്ടുകളാണ് ബ്രസീൽ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 475 പാസുകൾ 75% കൃത്യതയോടെ ബ്രസീൽ പൂർത്തിയാക്കി. 15 ഷോട്ടുകളാണ് പരാഗ്വെ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 392 പാസുകൾ 84% കൃത്യതയോടെ പരാഗ്വെ പൂർത്തിയാക്കി. വിജയത്തോടെ 4 പോയിന്റുമായി ഗ്രൂപ്പ് ഡിയിൽ ബ്രസീൽ 2-ാം സ്ഥാനത്താണ്. അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഗ്രൂപ്പിലെ 2 കളിയും ജയിച്ച കൊളംബിയയാണ് ബ്രസീൽ നേരിടേണ്ടത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.